കള്ളാടിയിലെ അപകട സ്ഥലത്ത് നിന്നും സരീഷ് പി കെ ഒന്നുകൂടെ ചേരുന്നുണ്ട്. നമുക്ക് അവിടുത്തെ ഓക്കെ സരീഷിലേക്ക് എത്താം എന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ പറയായിരുന്നു, നമ്മൾ അവിടെ എനിക്കൊന്ന് മന്ത്രിമാരൊക്കെ സന്ദർശനം നടത്തുകയാണ്. ഇപ്പോൾ ഒരുപക്ഷെ തത്സമയ ദൃശ്യങ്ങളൊക്കെ ഉണ്ടാവും. തീർച്ചയായും ഉണ്ടാവുമായിരിക്കും. പിന്നെ നമ്മൾ നേരത്തെ അവസാനം പറഞ്ഞു നിർത്തി അവസാനിപ്പിച്ചത് നമ്മൾ വല്ലാതങ്ങ് കുറ്റം പറയുന്നു എന്ന് തോന്നുന്നു. പക്ഷേ നമുക്കിതിൽ രാഷ്ട്രീയം കാണാതിരിക്കാൻ അങ്ങനെ പറ്റില്ല. നാളെ മുതൽ നേരത്തെ തന്നെ സനിചേട്ടൻ പറഞ്ഞ പോലെ ഇതിൽ രാഷ്ട്രീയമായ ചർച്ചകളും ചോദ്യങ്ങളും ഒക്കെ ഉയരും. ഇപ്പോൾ ലീഗിൽ തന്നെ ഇരിക്കുന്ന മന്ത്രി കൂടിയായ കെ എം ഷാജി പറഞ്ഞിരിക്കുന്നത് നിപ്പ ആയിക്കോട്ടെ, കോവിഡ് ആയിക്കോട്ടെ, പ്രളയം ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, മൂക്കിൻ്റെ അടുത്ത് വരെ വന്നു കഴിഞ്ഞാൽ പോലും, വെള്ളം മൂക്കിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പോലും രാഷ്ട്രീയം പറയും. അപ്പോൾ പോലും എന്താണിപ്പോൾ കുഴപ്പം? അവരുടെ ഈ സമയത്ത് പക്ഷേ എനിക്ക് തോന്നുന്നത് ആളുകൾക്ക് വേണ്ടി ഇപ്പോഴും മണ്ണിൽ നമ്മൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ അതല്ല അവരും ആലോചിക്കുന്നുണ്ടാവും അതെല്ലാം തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നമ്മളൊരു എനിക്ക് തോന്നുന്ന സരീഷിലേക്ക് പോയിട്ട് വരാം എന്നാണ് തോന്നുന്നത്. ഇല്ലെങ്കിൽ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളുണ്ടാകും. അവിടെ സന്ദർശനം നടത്തുകയായിരിക്കും. അവിടെ ഇപ്പോഴും ഈ പരിശോധന അത് ഇങ്ങനെ ഈ രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കുന്നത് അവിടെ കാലാവസ്ഥ ഇപ്പോൾ ഏതാണ്ട് അനുകൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ്. അത് ആ ബസ് കണ്ടോ, ആ ബസ് അതിനകത്ത് ഒന്ന് വീഴുകയായിരുന്നു. അതായത് സരീഷ അവിടെ നിന്ന് ചേരുന്നുണ്ട്. സരീഷ, ഇപ്പോൾ വെളിച്ചക്കുറവിൻ്റെ ഒരു പ്രശ്നം ഉണ്ടോ? രക്ഷാപ്രവർത്തനം തുടരാൻ തന്നെയാണോ നിലവിൽ തീരുമാനം? കാലാവസ്ഥ എങ്ങനെയാണോ? മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണോ, അല്ലെങ്കിൽ മഴയുണ്ടോ? എന്താണ് നിലവിലെ സ്ഥിതി? കാലാവസ്ഥ അനുകൂലമാണ്. പക്ഷേ ഈ ഏറ്റവും പ്രശ്നമായി നിൽക്കുന്നത് ഈ വെളിച്ചക്കുറവ് തന്നെയാണ്. അതുകൊണ്ട് 2 ബൂമുകൾ അല്ലെങ്കിൽ ഒരു ബൂമും ഒരു JCBയും ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം മാത്രമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശേഷിക്കുന്ന ഈ JCB ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ JCBകൾ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം ഒരേ സമയത്ത് കൂടുതൽ സ്ഥലത്തേക്ക് ജോലി ചെയ്യാനാകാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലത്ത്, അതായത് ലോങ് ബൂം എന്ന് പറയുന്ന ആ ലോങ് ബൂം മാത്രമാണ്, അതായത് ഒരു കൈ ഉപയോഗിച്ച് ഏറ്റവും നീളത്തിൽ നമുക്ക് എടുക്കാവുന്ന, ഒരുപക്ഷെ ശിരൂരിലൊക്കെ നമ്മൾ ആ തരത്തിലുള്ള ബൂമുകൾ ഉപയോഗിച്ചുള്ള മണ്ണ് മാറ്റുന്ന പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത്തരത്തിൽ ലോങ് ബൂം ഉപയോഗിച്ച് ഒരു ഭാഗത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നു, മറ്റൊരു ഭാഗത്ത് ഒരു ലോറി മാത്രം അല്ലെങ്കിൽ ഒരു ടിപ്പർ ഉപയോഗിച്ച്, ഒരു JCB ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റ് JCBകളും ഇറ്റാച്ചിയും ഉൾപ്പെടെയുള്ളവ ഇവിടെ നിന്നും നീക്കിയിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് നിലവിൽ കാലാവസ്ഥ അനുകൂലമാണ്. കാലാവസ്ഥയിൽ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ വെളിച്ചക്കുറവ് അത് വലിയ രീതിയിൽ തിരിച്ചടിയാകുന്നുണ്ട്. നമുക്ക് ഒരുപക്ഷെ ദൃശ്യങ്ങളിൽ തന്നെ കാണാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ മണ്ണ് നീക്കുമ്പോൾ, സാധാരണഗതിയിൽ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ മണ്ണ് എവിടെയാണോ നീക്കുന്നത് ആ പോയിന്റിൽ കൂടുതലായി വെളിച്ചം വേണം. എന്നാൽ മാത്രമേ അവിടെ ഏതെങ്കിലും രീതിയിൽ ശരീരഭാഗങ്ങളോ അല്ലെങ്കിൽ ആളുകളോ ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയാനാവുകയുള്ളൂ. പക്ഷേ ഇത്തവണ ഈ പോയിന്റിൽ, അതായത് മണ്ണ് നീക്കുന്ന പോയിന്റിൽ വെളിച്ചം ഇല്ലാത്തത് കൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം അല്പം ബുദ്ധിമുട്ടിലാണ്. പക്ഷേ എന്നാൽ പോലും താഴെ നിന്നും മറ്റ് പുറത്തു നിന്നും അവിടെ വെളിച്ചം എത്തിച്ച് രക്ഷാപ്രവർത്തനം ഈ സമയത്തും തുടരുക എന്നൊരു തീരുമാനം തന്നെയാണ് ഇപ്പോഴും അധികൃതർ കൈക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഈ സമയത്തും രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരു എക്സ്ട്രാ ലൈറ്റ് മാത്രമാണ് ആ രക്ഷാപ്രവർത്തനം നടക്കുന്ന ആ ഭാഗത്തുള്ളത്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും രീതിയിൽ ഈ വെളിച്ചമോ മറ്റ് സൗകര്യങ്ങളോ ഇല്ല. JCBയുടെ അല്ലെങ്കിൽ ഇറ്റാച്ചിയുടെ ആ വെളിച്ചം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ആ വെളിച്ചം കൊണ്ട് മാത്രമാണ് ഇപ്പോഴും മണ്ണ് നീക്കിയുള്ള രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഏറ്റവും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ മണ്ണിടിഞ്ഞ് നേരെ വന്ന ആ പാലത്തിന് തൊട്ട് സമീപത്തുള്ള ഭാഗത്താണ് ഏതാണ്ട് 30 മുതൽ 35 അടിയോളം മണ്ണ് ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ ഉണ്ട് എന്നുള്ളതായിരുന്നു ഈ നേരത്തെ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. നേരത്തെ പാലത്തിൽ മാത്രം ഏതാണ്ട് ഒരു 10 അടിയോളം ഉയരത്തിൽ മണ്ണ് കൂടിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, വലിയ പാറക്കല്ല് മുകളിൽ നിന്നും വന്ന് താഴെ പതിച്ച് അത് നടു റോട്ടിൽ തന്നെ നിൽക്കുന്ന ഒരു ദൃശ്യം കൂടി നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. അങ്ങനെ ഇപ്പോഴും അതിന്റെ ചുറ്റുമുള്ള ഭാഗങ്ങൾ, കാരണം ഈ കോൺക്രീറ്റ് ഭാഗങ്ങൾ, വലിയ പാറക്കല്ലുകൾ, ഇതെല്ലാം തന്നെ നീക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ട്. അതിന് ചുറ്റുമുള്ള ഭാഗങ്ങളെല്ലാം തന്നെ ഇപ്പോഴും മണ്ണ് നീക്കിയുള്ള പരിശോധന തുടരുകയാണ്. NDRF സംഘം ഇപ്പോഴും ആ മേഖലയിലുണ്ട്. അവിടെ അവരാണ് ഈ മണ്ണ് നീക്കി മറ്റൊരു ഭാഗത്തേക്ക് കൂട്ടിയിടുമ്പോൾ ആ ഭാഗത്ത് ഉള്ള പരിശോധന, അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ JCBയുടെ കൈകളിൽ ഏതെങ്കിലും രീതിയിൽ ശരീരഭാഗങ്ങളോ അല്ലെങ്കിൽ
ഈ മൃതദേഹമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയുന്നതിനായി NDRF സംഘം ആ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. മണ്ണ് വീഴുന്ന സ്ഥലത്ത് NDRF സംഘം നിൽക്കുന്നുണ്ട്. അവിടെയാണ് ഈ സ്ഥിരീകരണം നടത്തുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോഴും ഏറെ വൈകിയും നേരത്തെ ഈ മന്ത്രിമാർ പറഞ്ഞിരുന്നത് ഏറെ വൈകിയായാലും രക്ഷാപ്രവർത്തനം തുടരുക തന്നെ വേണം എന്നൊരു നിർദ്ദേശമായിരുന്നു മുന്നോട്ട് വെച്ചിരുന്നത്. അത് കൃത്യമായി പാലിക്കുന്നുണ്ട്. കാരണം ഇനിയും 5 പേരെ ഈ മണ്ണിനടിയിൽ നിന്നും ലഭിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും രീതിയിൽ രക്ഷാപ്രവർത്തനം ഇപ്പോൾ എന്തെങ്കിലും പേരിൽ അവസാനിപ്പിച്ചാൽ നാളെ ഒരുപക്ഷെ മഴ പെയ്യുകയും വീണ്ടും കൂടുതൽ സങ്കീർണമാവുകയും രക്ഷാപ്രവർത്തനം സങ്കീർണമാവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഇന്ന് എത്രത്തോളം സമയം ചിലവഴിച്ച് ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനാകുമോ ആ സമയം മുഴുവൻ ഉപയോഗിക്കണം എന്നുള്ളതാണ് മന്ത്രിയും അതോടൊപ്പം തന്നെ കളക്ടറും നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഇന്ന് താൽക്കാലികമായി നിർത്തിയാൽ ഏതെങ്കിലും കാരണവശാൽ ബുദ്ധിമുട്ട് വീണ്ടും ഉണ്ടാവുകയാണെങ്കിൽ നാളെ വീണ്ടും കൂടുതൽ ഭൂമുകൾ ഉൾപ്പെടെ, ഭൂമി എന്ന് പറയുന്നത് ഈ നീല കളറിലുള്ള ഒരുപക്ഷെ ലോങ് ഹാൻഡുള്ള ഒന്നാണ്, അത്തരത്തിൽ ലോങ് ഹാൻഡുള്ള ബൂമുകൾ എത്തിച്ച് ഇങ്ങോട്ടേക്ക് ഒരു ബൂം കൂടി പുതുതായി എത്തിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ആ ബൂം കൂടി കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഒരു ബൂം കൂടി ഉപയോഗിക്കും. മറ്റ് 4 ബൂമുകൾ കൂടി ഇങ്ങോട്ടേക്ക് എത്തിക്കും എന്നുള്ളതാണ് നേരത്തെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ജില്ലാ ഭരണകൂടവും അറിയിച്ചിരിക്കുന്നത്. പല ഭാഗങ്ങളിൽ നിന്നാണ് ഈ ഭൂമുകൾ എത്തിക്കേണ്ടത്. എന്തായാലും അത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനം ഒരു തരത്തിലുള്ള വീഴ്ചകളുമില്ലാതെ, ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചകളുമില്ലാതെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. അതിന്റെ കൃത്യമായ നേർചിത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. സരീഷ്, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ 5 പേർ എന്നുള്ളൊരു 5 പേരാണ് ഇനി അവിടെ മണ്ണിനടിയിൽ ഉള്ളത് എന്നുള്ളൊരു ധാരണയിലാണ് ഉള്ളത്. പക്ഷേ ഇക്കാര്യത്തിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം നമുക്കുണ്ടോ? കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളൊരു സംശയം തന്നെയല്ലേ ഇപ്പോഴും ഉള്ളത്? പിന്നെ എങ്ങനെയാണ് ഈ 5 എന്നുള്ളൊരു കണക്കിലേക്ക് വെക്കുന്നത്? പലരും നേരത്തെ തന്നെ സരീഷ് സൂചിപ്പിച്ചതുപോലെ ഈ ആളുകൾ ഹാജർ ബുക്കിൽ ഒപ്പിടാത്തവർ അവിടെ ഉണ്ടോ എന്നുള്ള തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ടല്ലോ. നേരത്തെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ഏതെങ്കിലും തരത്തിലുള്ള സ്ഥിരീകരണത്തിലേക്ക് പോയിട്ടുള്ളത്. നമ്മൾ നേരത്തെ കളക്ടർ ഇവിടെ എത്തുകയും കളക്ടറോട് എത്ര പേരാണ് ഇനി കണ്ടെത്തേണ്ടത്, എത്ര പേരാണ് മണ്ണിനടിയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത് എന്ന് ചോദിച്ചപ്പോൾ കളക്ടർ വ്യക്തമായ ഒരു ഉത്തരം പറഞ്ഞിരുന്നില്ല. അതിനുശേഷം ജില്ലാ ഭരണകൂടത്തിന്റെ മറ്റുദ്യോഗസ്ഥരെത്തിയപ്പോഴും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥരെത്തിയപ്പോഴും ഒന്നും തന്നെ ഒരു വ്യക്തത വരുത്തിയിരുന്നില്ല. മന്ത്രിമാർ ഇവിടെ എത്തി ഈ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങുമ്പോഴും അവർ പറഞ്ഞിരുന്നത് അവലോകന യോഗത്തിന് ശേഷം കൃത്യമായ ഒരു കണക്ക് പറയാം എന്നുള്ളതായിരുന്നു. പക്ഷെ അതിനുശേഷം നമ്മൾ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചനകൾ നടത്തിയപ്പോഴാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതികരണം തേടിയപ്പോഴാണ് അവർ പറഞ്ഞത് 5 മൃതദേഹങ്ങളാണ് ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. 5 മൃതദേഹങ്ങൾ ഈ മണ്ണിനടിയിൽ നിന്ന് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട്. ഇനി 5 പേരെ കൂടി കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം എന്നുള്ളത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നൽകിയ വിവരമാണ്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും രീതിയിലൊരു സ്ഥിരീകരണമില്ല. അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടം ഇപ്പോഴും പഞ്ചായത്ത് തലത്തിൽ അല്ലെങ്കിൽ വാർഡ് തലത്തിൽ ചില വിവരങ്ങൾ വീണ്ടും ശേഖരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന്, ഇവിടെ നിന്നും ഈ നേരത്തെ ഉള്ളത് എന്ന് പറയുന്നത് ഇവരുടെ ക്യാമ്പിൽ വന്ന ആളുകളും അതോടൊപ്പം തന്നെ ഇന്ന് ഹാജരാകാത്ത ആളുകളുടെയും ഒക്കെ വിവരങ്ങളായിരുന്നു ആദ്യം എടുത്തിരുന്നത്. പക്ഷേ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ചിലർ പറയുന്നത് കൂടുതൽ ആളുകൾ ഇന്ന് തിരിച്ചെത്താനുള്ള സാധ്യതയുണ്ടായിരുന്നു. അങ്ങനെ ആരെങ്കിലും ഈ മേഖലയിലേക്ക് ഇന്ന് തിരിച്ചെത്തിയിട്ടുണ്ടോ? അവിടെ എണ്ണത്തിൽപ്പെടാത്ത, അതായത് ഇതിനു മുമ്പ് തൊട്ട് മുമ്പ് ഒരു ബസ് ഈ വഴി പോയിരുന്നു, വാഹനത്തിൽ ഒരു ജീപ്പിൽ ആളുകൾ പോയിരുന്നു. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ കൂടുതൽ പുറത്തു നിന്നുള്ള ആരെങ്കിലും എത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പഞ്ചായത്ത് അധികൃതരും അതോടൊപ്പം തന്നെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും നമുക്ക് നൽകുന്ന വിവരം. പക്ഷേ പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ ഒന്നും തന്നെ കൂടുതൽ ആളുകൾ പെട്ടതായി അറിയില്ല. അറ്റൻഡൻസ് ഉള്ള പരിശോധനയിലും അതോടൊപ്പം തന്നെ ഇവിടെ ഈ റെയിൽ അധികൃതർ, അതായത് കരാർ കമ്പനിയുമായി നടത്തിയ സംസാരത്തിലുമാണ് നിലവിൽ 5 പേർ കൂടി ഇതിനകത്ത് പെട്ടിട്ടുണ്ടാകാം എന്നൊരു നിഗമനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. പക്ഷേ അത് സ്ഥിരീകരിക്കണമെങ്കിൽ ഇന്ന് അല്പസമയത്തിനകം തന്നെ നടക്കുന്ന ഈ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ, AP അനിൽകുമാറും അതോടൊപ്പം തന്നെ T സിദ്ദിഖും ഉൾപ്പെടെയുള്ളവർ ജില്ലാ കളക്ടറുമായി നടത്തുന്ന ചർച്ച, അതോടൊപ്പം തന്നെ അവലോകന യോഗം, ആ അവലോകന യോഗത്തിന് ശേഷമായിരിക്കും എത്ര പേരാണ് അപകടത്തിൽപ്പെട്ടത്, എത്ര പേരെയാണ് കാണാതായിട്ടുള്ളത്, എത്ര പേരുടെ മൃതദേഹമാണ് ലഭിച്ചിട്ടുള്ളത്, ഇനി എത്ര പേരെയാണ് കണ്ടെത്താനുള്ളത്, ഏത് രീതിയിലായിരിക്കും രക്ഷാപ്രവർത്തനം നാളെ മുതൽ നടക്കാൻ പോകുന്നത്
ഏതൊക്കെ മേഖലയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, അപകടത്തിന് എന്താണ് കാരണമായത്, മണ്ണ് നീക്കം ചെയ്യാത്തതാണോ അതോ മണ്ണ് കൂട്ടിയിട്ടതാണോ, അല്ല ഈ സാധാരണ രീതിയിൽ ഉരുൾപൊട്ടുന്നത് പോലെ മണ്ണിടിച്ചിൽ സംഭവിച്ചതാണോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തത വരണമെങ്കിൽ ആ അവലോകന യോഗം നടക്കേണ്ടതുണ്ട്. ആ അവലോകന യോഗത്തിന് ശേഷം മാത്രമായിരിക്കും, കാരണം ഇവിടെ ഇതിനോടകം തന്നെ ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധികൃതരും ജിയോളജി വകുപ്പ് അധികൃതരും ഒക്കെ തന്നെ ഇവിടെ എത്തി പരിശോധന നടത്തിയിരുന്നു. ആദ്യഘട്ടത്തിൽ അവർ പറഞ്ഞതും അതുതന്നെയായിരുന്നു. അതായത് ആദ്യഘട്ടത്തിൽ പരിശോധനയുടെ ഭാഗമായാണ് ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തമാണ് എന്ന രീതിയിലുള്ളൊരു പ്രതികരണമൊക്കെ മന്ത്രിമാർ നൽകിയത്. പക്ഷേ അതിനപ്പുറത്തേക്ക് കൃത്യമായ ഒരു അവലോകനം, അതായത് എവിടെയാണ് വീഴ്ച സംഭവിച്ചത്, എവിടെയാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത്, എവിടെയാണ് നേരത്തെ മണ്ണ് കൂട്ടിയിട്ടിരുന്നത്, ആ ഭാഗത്ത് ഏതെങ്കിലും രീതിയിൽ ഇളക്കം സംഭവിച്ചിട്ടുണ്ടോ, ആ ഭാഗത്താണോ ആദ്യം മണ്ണിടിച്ചിൽ ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി അറിയണമെങ്കിൽ ഇന്നത്തെ ആ അവലോകന യോഗത്തിൽ മാത്രമായിരിക്കും. ഇപ്പോൾ രണ്ടാമത്തെ ബൂം കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. നേരത്തെ വൈകിട്ടോടെ ഒരു ബൂം ഈ മേഖലയിലേക്ക് കൊണ്ടുവന്നിരുന്നു. കാരണം ബൂം ആകുമ്പോൾ കൂടുതൽ നീളത്തിൽ കൈകളുള്ള ഇറ്റാച്ചിയാണ് ബൂം എന്ന് പറയുന്നത്. ലോങ് ബൂം എന്നാണ് പറയാറ്. ആ ലോങ് ബൂം ആകുമ്പോൾ അല്പ ദൂരെ നിന്ന് ആണെങ്കിൽ, അല്ലെങ്കിൽ ഈ പാലത്തിന് സമീപത്ത് നിന്ന് തന്നെ കൂടുതൽ ആഴത്തിലും നീളത്തിലും മണ്ണ് നീക്കം ചെയ്യാനാകും എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ലോങ് ബൂമുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. ആ ലോങ് ബൂമിന്റെ രണ്ടാമത്തെ ലോങ് ബൂമാണ് ഇപ്പോൾ ഈ മേഖലയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മറ്റ് JCBകളെല്ലാം തന്നെ അവിടെ നിന്ന് നീക്കിയിട്ടുണ്ട്. നിലവിൽ ഒരു ചെറു JCB മാത്രമാണ് ആ മേഖലയിലുള്ളത്. ഒരു ചെറു JCBയും ഒരു ലോങ് ബൂമുമായിരുന്നു രക്ഷാപ്രവർത്തനത്തിന് ഇപ്പോൾ ഉള്ളത്. അതിനിപ്പുറത്തേക്ക് ഏതെങ്കിലും രീതിയിൽ കൂടുതൽ വാഹനങ്ങളൊന്നും തന്നെ എത്തിച്ചിരുന്നില്ല, അല്ലെങ്കിൽ കൂടുതൽ ഇറ്റാച്ചികൾ എത്തിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കൂടുതൽ ഈ ലോങ് ബൂമുകളുടെ സഹായമാണ് തേടുന്നത്. ഒരേ സമയം കൂടുതൽ മണ്ണ് നീക്കം ചെയ്യാനാകും, അതോടൊപ്പം തന്നെ കൂടുതൽ ദീർഘത്തിൽ, അതായത് നീളത്തിൽ കൂടുതൽ മണ്ണ് നീക്കം ചെയ്യാനാകും എന്നുള്ളത് കൊണ്ടാണ് ഈ ലോങ് ബൂമുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നത്. അതാണ് ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ളത്. മറ്റൊന്ന് കണക്കാണ്. കണക്കിലേക്ക് വന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിലവിൽ ഇവർ രണ്ട് തരത്തിലുള്ള പരിശോധനയായിരുന്നു നടത്തിയിരുന്നത്. ഒന്ന്, ക്യാമ്പിൽ എത്തിയിട്ടും ഒപ്പിടാത്ത ആരെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ജീവനക്കാർ ഈ ക്യാമ്പിൽ ഉണ്ടായിരുന്നോ, ഓഫീസിലുണ്ടായിരുന്നു. കാരണം നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഈ മണ്ണിടിഞ്ഞ അതിനോട് തൊട്ട് തന്നെ കണ്ടെയ്നർ ഓഫീസുകൾ അത് പ്രവർത്തിച്ചിട്ടുണ്ട്. ആ കണ്ടെയ്നർ ഓഫീസുകളിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഈ വാനിൽ? കാരണം ഈ ലയങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിലും താമസിക്കുന്ന ആളുകളെ ഒരുമിച്ച് വാനിലാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാറ്. ഇന്ന് പ്രവൃത്തി ദിവസമായിരുന്നില്ല, ഏതെങ്കിലും രീതിയിലൊരു പ്രവൃത്തി ദിവസം അല്ലാത്തത് കൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യതയും അവർ ആദ്യം തന്നെ തള്ളിക്കളഞ്ഞിരുന്നു. പക്ഷെ എങ്കിൽ പോലും ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വരാൻ സാധ്യതയുണ്ടോ, ആ ക്യാമ്പിലോ അല്ലെങ്കിൽ വാഹനത്തിലോ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ്. ആദ്യത്തെ പരിശോധനയിൽ വാഹനത്തിൽ ആളില്ല, അതോടൊപ്പം തന്നെ ക്യാമ്പിലേക്കും ആളുകൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമികമായി അവർക്ക് ലഭിച്ച വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ആളുകൾ പെട്ടിട്ടുണ്ടാകാൻ അല്ലെങ്കിൽ തൊഴിലാളികൾ പെട്ടിട്ടുണ്ടാകാനുള്ള സാധ്യതയില്ല എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയത്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും രീതിയിൽ ആളുകൾ വഴി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ചൂരൽമല ഉൾപ്പെടെയുള്ള സ്ഥലത്തേക്കുള്ള പ്രധാന വഴിയാണ്. വിനോദസഞ്ചാരികൾ, സാധാരണ നാട്ടുകാർ, അതോടൊപ്പം തന്നെ ഈ ഇങ്ങോട്ടേക്ക് എത്തുന്ന അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ വിവിധ ഭാഷാ തൊഴിലാളികളൊക്കെയുള്ള ആളുകൾ സ്ഥിരമായി സഞ്ചരിക്കുന്ന ഒരു പാതയാണ്. അത് ബൈക്കിലും കാറിലും ജീപ്പിലും ഉൾപ്പെടെയുള്ളവർ സഞ്ചരിക്കുന്നതാണ്. മേപ്പാടി ടൗണിൽ നിന്നുൾപ്പെടെ ജീപ്പ് സർവീസ് ഇങ്ങോട്ടേക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ജീപ്പുകളിൽ കൂടുതൽ പുറത്തുനിന്ന് ആളുകൾ എത്തിയിട്ടുണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ആ പരിശോധനയിലും കൂടുതൽ ആളുകൾ ഇല്ല എന്ന് തെളിഞ്ഞതോടെയാണ് ഈ 5 എന്നൊരു സംഖ്യയിലേക്ക് പോയിരിക്കുന്നത്. എന്തായാലും അതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം വരണമെങ്കിൽ അല്പസമയത്തിനകം നടക്കുന്ന അവലോകന യോഗത്തിന് ശേഷം ഒരു സ്ഥിരീകരണം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, കള്ളാടിയിൽ നിന്നുള്ള വിവരങ്ങളാണ് സരീഷ് ഇപ്പോൾ തന്നത്. ഇതിൽ ഇപ്പോൾ നമുക്ക് അല്ലാതെ ലഭിക്കുന്ന വിവരം ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പ് വന്നിട്ടുണ്ട്. അതിൽ മേപ്പാടി വിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന 9 പേരിൽ 2 പേരെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതുണ്ട്. അതിൽ തന്നെ ചികിത്സയിലുള്ള 7 പേരിൽ ഒരാൾ മലയാളി കൂടിയാണ്. മറ്റ് പിന്നെ 3 മൃതദേഹം, അതെ മറ്റ് 3 മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നിലവിൽ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് ഔദ്യോഗികം വരുന്ന മറ്റൊരു കാര്യം. പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടെയുള്ള സൈഡിൽ പാടികളൊക്കെ ഉണ്ട്, 2 പാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയുള്ള ആളുകളെയൊക്കെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ ഇപ്പോൾ 142 പേരാണ് ഉള്ളത്. പിന്നെ പോളിടെക്നിക്കിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ 42 കുടുംബങ്ങളിൽ നിന്നായി 142 പേർ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. എന്തായാലും ആശുപത്രിയിൽ നിന്ന് 2 പേരെ നിലവിൽ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഭാഗ്യം ഇതുപോലെ ഏതെങ്കിലും ചെറിയ തരത്തിലുള്ള പരിക്കുകൾ മാത്രമായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക എന്നുള്ളതാണ്.